ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം തുടരുന്നു. ജ്ഞേയ വസ്തുവിൻ്റെ, അതായത് അറിയപ്പെടേണ്ട വസ്തു, പരമാത്മസ്വരൂപം, അത് എന്തെന്ന് വിവരിക്കുന്ന ശ്ലോകങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 17-ാമത്തെ ശ്ലോകം നോക്കാം. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ജ്ഞേയം, അറിയേണ്ടതായ, തത്, അത് അല്ലെങ്കിൽ ബ്രഹ്മം, അവിഭക്തം ച, അവിഭക്തമാണെങ്കിലും, ഭൂതേഷു, ഭൂതങ്ങളിൽ, വിഭക്തം, ഇവ എന്ന പോലെ, സ്ഥിതം ച, ഇരിക്കുന്നതുമാണ്, ഭൂതഭർത്ത, ഭൂതങ്ങളെ ഭരിക്കുന്നതും, ഗ്രസിഷ്ണു, ഗ്രസിക്കുന്നതും, പ്രഭവിഷ്ണു, പ്രഭവിപ്പിക്കുന്നതും, തത് ഏവ, അത് തന്നെയാണ്. അറിയപ്പെടേണ്ടതായ അത്, ബ്രഹ്മം, അവിഭക്തമാണെങ്കിലും സർവഭൂതങ്ങളിലും വിഭജിക്കപ്പെട്ട പോലെ സ്ഥിതി ചെയ്യുന്നവനും, സൃഷ്ടികളെ ഭരിക്കുന്നവനും, രക്ഷിക്കുന്നവനും, ഗ്രസിക്കുന്നവനും, ലയിപ്പിക്കുന്നവനും, ഉദ്ഭവിപ്പിക്കുന്നവനും ആകുന്നു. അപരിച്ഛിന്നമെങ്കിലും പരിച്ഛിന്നമെന്ന പോലെ പരിലസിക്കുന്നതാണ് ബ്രഹ്മം. ഭൂതങ്ങളുടെ അകത്തും പുറത്തും മാത്രമല്ല, ചരാചരങ്ങളായ വസ്തുക്കളെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇവിടെ നമുക്കൊരു സംശയം തോന്നാം. ഭൂതങ്ങൾ അഥവാ ഇവിടെ ഉണ്ടായവ എല്ലാം തന്നെ ഖണ്ഡവസ്തുക്കളാണ്, വിഭക്തങ്ങളാണ്, ഓരോന്നും പ്രത്യേകം വസ്തുക്കളാണ്. അതുകൊണ്ട് അവയിലിരിക്കുന്ന ബ്രഹ്മവും ഓരോന്നോരോന്നിലുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നതല്ലേ? ഓരോ ഭൂതങ്ങളുടെയും വശത്ത് നിന്ന് നോക്കുമ്പോൾ ബ്രഹ്മം വിഭജിക്കപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് തോന്നുന്നതാണ്. എന്നാൽ സത്യവും പരിപൂർണവുമാണ് ബ്രഹ്മതത്വം. അതിൽ അജ്ഞാനം നിമിത്തം ഭൂതാത്മകമായ പ്രപഞ്ചത്തിൻ്റെ പ്രതീതി നമുക്ക് തോന്നുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വൈദ്യുതി സർവവ്യാപകമായ ഊർജമാണ്. എന്നാൽ അത് ഓരോ ഉപകരണങ്ങളിലൂടെ പ്രത്യേക ഭാവങ്ങളിൽ പ്രകടമാകുന്നു. ബൾബിലൂടെ പ്രകാശമായും, ഫാനിലൂടെ കാറ്റായും, ഹീറ്ററിലൂടെ ചൂടായും മറ്റും. ഇവിടെ ഉപാധികളാണ് പരിച്ഛിന്നമായിട്ടിരിക്കുന്നത്, അഥവാ വെവ്വേറെ ആയിട്ടിരിക്കുന്നത്. ഫാൻ, ബൾബ്, ഹീറ്റർ എന്നീ നാമരൂപങ്ങളിൽ എല്ലാം വെവ്വേറെ ആയിട്ടിരിക്കുന്നു. പക്ഷേ അവയിലൂടെയെല്ലാം പ്രവഹിച്ച വൈദ്യുതി എന്നത് ഒരേ ഒരു ഊർജപ്രവാഹം തന്നെയാണ്. അതുപോലെ പരിമിതമായിരിക്കുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഭൂതങ്ങളാണ്, അല്ലാതെ പരമാത്മാവല്ല. ചരാചരങ്ങളെ നിലനിർത്തുന്നതും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും എല്ലാം അതുതന്നെയാണ്. ആഴിയിൽ അലകൾ ഉണ്ടാവുന്ന പോലെ സർവാധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ നടക്കുന്നു. വ്യാമോഹത്തിൽ മയങ്ങിക്കിടക്കുന്ന നമ്മുടെ മനോബുദ്ധികൾ ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിൽ ജഗത്തിനെ കാണുന്നു. എന്നാൽ മനസ്സും ബുദ്ധിയും മോഹമുക്തമാകുമ്പോഴോ ഈ ജഗത്ത് എന്ന പ്രതീതി തന്നെ ഇല്ലാതെയാകുന്നു, ബ്രഹ്മം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. രഞ്ജു സർപ്പഭ്രാന്തി എന്ന പ്രസിദ്ധമായ ഉദാഹരണം പോലെ, ഒരു കയറ് കിടക്കുന്നത് കണ്ട് അത് പാമ്പാണ് എന്ന് നമ്മൾ ധരിക്കുന്നു. പിന്നീട് അത് പാമ്പല്ല, വെറും കയറാണ് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം പിന്നെ പാമ്പ് അപ്രത്യക്ഷമാകുന്നു, കയർ മാത്രം അവശേഷിക്കുന്നു. കാരണം സത്യമായത് കയറാണ്. പാമ്പ് എന്ന തോന്നൽ സൃഷ്ടിച്ചതും കയറാണ്, പാമ്പിനെ നിലനിർത്തിയതും പിന്നീട് സംഹരിച്ചതും ആ കയർ തന്നെയാണ്. അങ്ങനെ യഥാർത്ഥ സത്യത്തെയാണ് നാം അറിയേണ്ടത്. സർവവ്യാപിയായ പരമാത്മാവ് എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും കുടികൊള്ളുന്നു എന്ന് പറയുന്നു. എന്നാൽ അതിനെ കാണാനോ അറിയാനോ പറ്റില്ലെന്നും പറയുന്നു. അപ്പോൾ ആകെ ഇരുളടഞ്ഞതാണോ? ശുദ്ധ തമസാണോ അതിൻ്റെ സ്വരൂപം? അല്ല. പിന്നെ എന്താണ് എന്ന് നോക്കാം. അടുത്ത ശ്ലോകം, 18-ാമത്തെ ശ്ലോകം. ജ്യോതിഷാമപി തജ്ജ്യോതിസ്തമസഃ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം
ഹൃദി സർവസ്യ വിഷ്ഠിതം. തത് അത്, അതായത് ക്ഷേത്രജ്ഞൻ, ജ്യോതിഷാം അഭി പ്രകാശവസ്തുക്കൾക്ക് പോലും ജ്യോതിഹി പ്രകാശമാണ്, തമസഹ ഇരുട്ടിൽ നിന്ന്, പരം ഉച്യതേ അപ്പുറമാണെന്ന് പറയപ്പെടുന്നു. ജ്ഞാനം അറിവും, ജ്ഞേയം അറിയേണ്ടതും, ജ്ഞാനഗമ്യം അറിവുകൊണ്ട് പ്രാപിക്കേണ്ടതും, തത് ഏവ അത് തന്നെ, തത് അത്, സർവസ്യ സകലതിൻ്റെയും, ഹൃദി ഹൃത്തിൽ അതായത് ഹൃദയത്തിൽ, വിഷ്ഠിതം സ്ഥിതി ചെയ്യുന്നു. ജ്യോതിസ്സുകൾക്കും ജ്യോതിസ്സായ അത് തമസിന് അപ്പുറമാണ് എന്ന് പറയപ്പെടുന്നു. ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനഗമ്യവും അത് തന്നെയാണ്. അത് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ വരുന്ന വസ്തുക്കളെ നാം കാണുന്നത് വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിത്തവൃത്തികളെ, വികാരവിചാരങ്ങളെയൊക്കെ നാം ഏത് വെളിച്ചത്തിലാണ് കണ്ട് മനസ്സിലാക്കുന്നത്? ആ വെളിച്ചം ആത്മാവിൻ്റേതാണ്. അതുകൊണ്ട് ആത്മാവിനെ ജ്യോതിസ് എന്ന് വിളിക്കാം. എല്ലാ പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്ന, സൂര്യനെ പോലും പ്രകാശിപ്പിക്കുന്നത് അതാണ്. സൂര്യൻ, അഗ്നി മുതലായ ജ്യോതിസ്സുകൾ ഉണ്ട് എന്ന് നാം അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവയുണ്ട് എന്നറിയാൻ നമുക്ക് സാധ്യമല്ല. മനസ്സും ബുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് അവയെ അറിയാൻ കഴിയുന്നത്. ഇനി ഈ മനോബുദ്ധികളെല്ലാം അടങ്ങുന്ന നമ്മുടെ അന്ധഃകരണത്തിനെ ആര് പ്രവർത്തിപ്പിക്കുന്നു? സാക്ഷാൽ പരമാത്മാവ് തന്നെ. മറ്റെല്ലാ ജ്യോതിസ്സുകൾക്കും സ്വയം അറിയുവാനുള്ള ഒരു കഴിവുകേടുണ്ട്. എന്നാൽ ബ്രഹ്മമാകട്ടെ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അത് ജ്യോതിസ്സുകൾക്കും ജ്യോതിസ്സാണ്, ജ്ഞാനസ്വരൂപമാണ്. ജ്യോതിഷാം അഭിതജ്യോതി തമസ പരമുച്യതേ. ജ്യോതിസിനും ജ്യോതിസ്സാണ് എന്ന പോലെ അത് തമസിനപ്പുറമാണ് എന്നും ഇവിടെ പറയുന്നു. വെളിച്ചം പോലെ തന്നെ ഇരുട്ടും നമ്മുടെ അറിവിന് വിഷയമാണ്. ഭൗതികമായ വെളിച്ചത്തിന് ഇരുട്ടിനെ മനസ്സിലാക്കി തരാനാവില്ല. കാരണം വെളിച്ചത്തിൽ ഇരുട്ടിനെ നമുക്ക് കാണാനാവില്ല. എന്നാൽ ഇരുട്ടിനെയും നമുക്ക് പ്രകാശിപ്പിച്ച് തരുന്ന, അഥവാ ഇരുട്ടെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ബ്രഹ്മം ഇരുട്ടിനും അപ്പുറമാണ്. ഇനി അടുത്തതായി ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം അറിവും അറിയേണ്ടതും അറിവുകൊണ്ട് പ്രാപിക്കേണ്ടതും അത് തന്നെ എന്ന് പറയുന്നു. ജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടതാണ് ജ്ഞേയം. അതായത് അറിയേണ്ടതായ വസ്തുവിനെ അറിവുകൊണ്ട് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ ജ്ഞേയം അഥവാ അറിയപ്പെടേണ്ടതിനെ നാം അറിയുമ്പോൾ അത് ജ്ഞാനഫലം അല്ലെങ്കിൽ ജ്ഞാനഗമ്യം ആയി ഭവിക്കുന്നു. അറിയുന്നതിന് മുൻപ് അത് ജ്ഞേയം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ജ്ഞാനഗമ്യമായി. ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനഗമ്യവും മൂന്നല്ല, ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് ബ്രഹ്മം. അത് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു, അഥവാ അന്തർഭാഗത്ത് നിലകൊള്ളുന്നു. പുറമേ തേടി നടക്കേണ്ട ഒന്നല്ല, സ്വന്തം അന്തരാത്മാവായി നമുക്കതിനെ സാക്ഷാത്കരിക്കാം. ക്ഷേത്രജ്ഞനെക്കുറിച്ചുള്ള വിവരണമാണ് 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ നാം പഠിച്ചത്. ഇപ്രകാരമുള്ള പരമാത്മാവിനെ ഭക്തി കൊണ്ട് പ്രാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രജ്ഞനെക്കുറിച്ചുള്ള നിരൂപണം ഭഗവാൻ ഉപസംഹരിക്കുകയാണ് അടുത്ത ശ്ലോകത്തോടെ. ഇനി 19ാമത്തെ ശ്ലോകം നോക്കാം. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദ മദ്ഭക്തയേ തദ്വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. ഇതി ഇപ്രകാരം, ക്ഷേത്രം അതായത് ശരീരവും, തഥാ അപ്രകാരം, ജ്ഞാനം ജ്ഞാനവും, ജ്ഞേയം ച ജ്ഞേയവും ക്ഷേത്രജ്ഞനും, സമാസതഃ ചുരുക്കി, ഉക്തം എന്നാൽ പറയപ്പെട്ടു. മദ്ഭക്തഃ എൻ്റെ ഭക്തൻ, പരമാത്മഭക്തൻ, ഏതത് ഇതിനെ, വിജ്ഞായ അറിഞ്ഞിട്ട്, മദ്ഭാവായ പരമാത്മഭാവത്തിന്, ഉപപദ്യതേ യോഗ്യനായി തീരുന്നു. ഇപ്രകാരം ക്ഷേത്രം, ജ്ഞാനം, ജ്ഞേയം ഇവയെപ്പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞു.
എൻ്റെ ഭക്തൻ ഇതറിഞ്ഞ് ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായി തീരുന്നു. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന ഈ അധ്യായം തുടങ്ങിയത് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം ഇവയെല്ലാം എന്താണ് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് മുതലാണ്. മഹാഭൂതാന്യഹങ്കാര എന്ന് തുടങ്ങുന്ന 6-ാം ശ്ലോകം മുതൽ അടുത്ത ശ്ലോകത്തിലെ സംഘാതശ്ചേതനാധൃതി വരെ പറഞ്ഞ് ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാക്കിച്ചു. 8-ാം ശ്ലോകത്തിലെ അമാനിത്വം അദംഭിത്വം മുതൽ 12-ാം ശ്ലോകം തത്വജ്ഞാനാർത്ഥ ദർശനം വരെ ജ്ഞാനം എന്താണെന്നും വിശദീകരിച്ചു. അതായത് ആത്മജ്ഞാനലബ്ധിക്ക് അവശ്യം സമ്പാദിക്കേണ്ട സാത്വിക ഗുണങ്ങൾ എന്താണെന്നതിൻ്റെ വിശദീകരണം. പിന്നീട് 13-ാം ശ്ലോകത്തിലെ അനാദിമത്പരം ബ്രഹ്മ തുടങ്ങി ഇക്കഴിഞ്ഞ 18-ാം ശ്ലോകത്തിലെ ഹൃദി സർവസ്യ വിഷ്ഠിതം വരെ ജ്ഞേയത്തെയും ഭഗവാൻ പറഞ്ഞു തന്നു. വേദങ്ങളിൽ വിസ്തരിച്ചു പറഞ്ഞിട്ടുള്ള ആത്മവിദ്യ തന്നെയാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളുടെ അർത്ഥവും ഗീതയുടെ അർത്ഥവും ഒന്ന് തന്നെയാണ്. ഇതെല്ലാം വേർതിരിച്ചറിഞ്ഞ ശേഷം ആരാണ് ഈ പരമപദം പ്രാപിക്കാൻ അർഹൻ, അല്ലെങ്കിൽ ഈ പരിപൂർണ ദർശനത്തിന് ആർക്കാണ് അധികാരം എന്ന സംശയത്തിന് ഭഗവാൻ പറയുന്ന ഉത്തരം എൻ്റെ ഭക്തൻ അതിന് അർഹനാണ് എന്നതാണ്. ഭക്തൻ എന്നതിന് വികാരപാരവശ്യത്തോടെ വീണ് കേഴുന്നവൻ എന്നല്ല അർത്ഥം. ഏതത് വിജ്ഞായ എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആരാണോ വേണ്ട പോലെ ഗ്രഹിച്ചിട്ടുള്ളത്, ആരാണോ ക്ഷേത്രജ്ഞന്മാരെ ശരിയായി വിവേചിച്ചറിഞ്ഞ് ക്ഷേത്രത്തിലുള്ള ആസക്തി വിട്ട് ക്ഷേത്രജ്ഞനെ അനന്യഭക്തിയോടെ ഉപാസിക്കുന്നത്, അവനാണ് യഥാർത്ഥ ഭക്തൻ. അതായത് ഈശ്വരനും സർവജ്ഞനും പരമഗുരുവും വാസുദേവനുമായ എന്നിൽ സർവ്വതിൻ്റെയും ആത്മത്വഭാവം അർപ്പിച്ച് താൻ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും സർവവും ഭഗവാൻ വാസുദേവൻ തന്നെയാണ് എന്ന ദൃഢവിശ്വാസവും നിശ്ചിത ബുദ്ധിയുമുള്ളവൻ മദ്ഭക്തഃ ഏതത് വിജ്ഞായ മദ്ഭാവായ ഉപപദ്യതേ. ഹരി ഓം തത്സത്.